ഇന്ന് നമ്മുടെ നെയ്ബർ കുറച്ച് പാഷൻ ഫ്രൂട്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ജ്യൂസാക്കി കളയാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ എൻ്റെ ജ്യൂസ് യെല്ലോ കളർ ആയിരിക്കും എന്ന ധാരണ പാഷൻ ഫ്രൂട്ട് മുറിച്ചതോടുകൂടെ മാറിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ചെറിയ മാറ്റം വന്നാൽ പോലും എനിക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ 5-10 മിനിറ്റ് സമയമെടുത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വരച്ചിരുന്ന യെല്ലോ കളർ ജ്യൂസിൻ്റെ ചിത്രം മായ്ച്ചു കളഞ്ഞിട്ട് വൈറ്റ് കളർ ജ്യൂസിൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സമയമെടുത്തോ ഇതൊന്ന് മാറ്റാനായിട്ട്. ഏതായാലും ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട്. അരിക്കാതെയാണ് ഞാൻ ഈ ജ്യൂസ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചതാണ്. ഞാനിതൊരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ വൈറ്റ് കളർ പാഷൻ ഫ്രൂട്ട് കാണുന്നത്. ഏതായാലും ജ്യൂസിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഇന്ന് മുരിങ്ങക്കായ ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്നലെ 27-ാം രാവായതുകൊണ്ട് തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബാക്കി വന്നപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് അധികം ജോലി എനിക്കില്ല. ഇന്ന് ആ ബിരിയാണിയൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഏകദേശം 5 മണിക്ക് ശേഷമാണ് ഞാൻ അടുക്കളയിലോട്ട് വന്നത്. ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ഇതാ പെട്ടെന്ന് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പേരി ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ ചോറും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാല് കാച്ചുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ജോലികൾ ഈ സമയത്ത് ഒരുമിച്ച് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ കഞ്ഞി പള്ളിയിൽ നിന്ന് കൊണ്ടുവരും. ഇന്ന് മാത്രം ഞാൻ വടയോ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഫുൾ റെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ ഇതുപോലത്തെ ജോലികളൊക്കെ എന്തായാലും ഉണ്ടാവും. എന്തായാലും രാത്രിത്തേക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അത് തന്നെ എനിക്കൊരു വലിയ സമാധാനമായിരുന്നു. ജോലി കുറവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമാധാനത്തോടു കൂടിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ കുറച്ച് വീഡിയോസും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ചോറും ഉപ്പേരിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കൊണ്ട് നോമ്പൊക്കെ തുറന്ന് നിസ്കാരവും ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് ബിരിയാണിയൊക്കെ ചൂടാക്കി മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണി ഉണ്ടാക്കിയ ദിവസം കഴിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് രുചിയൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കാറുണ്ട് അടുത്ത ദിവസം കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ബിരിയാണി കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.